20 സീറ്റിലും ജയിക്കുമെന്നാണ് അവസാന ഘട്ടത്തിലും UDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റുമെന്നാണ് LDF കണക്കുകൂട്ടുന്നത്. ഇത്തവണ അക്കൗണ്ട് തുറക്കാമെന്ന പ്രതീക്ഷയിൽ വലിയ ആവേശത്തിലാണ് BJP ക്യാമ്പുമുള്ളത്. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിൽ നിന്നും വിശകലനങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ കൂടി ചേരുകയാണ്. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് അല്ലമീനിലേക്കും തൃശ്ശൂരിൽ നിന്ന് ജയ്സണിലേക്കും നമ്മൾ പോവുകയാണ്. അല്ലമീൻ, വലിയ പ്രതീക്ഷയുണ്ട് UDFനെ സംബന്ധിച്ചിടത്തോളം. ക്ലീൻ സ്വൈപ്പ് എന്നതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ LDF പൂർണ്ണമായും എക്സിറ്റ് പോളുകളെ തള്ളിക്കളയുന്നുണ്ട്. ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് BJP അക്കൗണ്ട് തുറക്കുമോ എന്നതാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായി തള്ളുന്നു LDFും UDFും ഇക്കാര്യത്തിലെങ്കിൽ പോലും എന്താണ് പ്രതീക്ഷകൾ മുന്നണികളുടെ അവസാന വട്ടത്തിൽ? വരുന്ന സംസ്ഥാനത്ത് UDFിന്റെ ഒരു തരംഗം തന്നെയാണ് UDF പ്രതീക്ഷിക്കുന്നത്. ഒരു നിശബ്ദ പ്രചരണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ. ആ നിശബ്ദ പ്രചരണം അത് കേന്ദ്ര സർക്കാരിനെതിരെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ശക്തമായിട്ടുണ്ട്. അതിനോടൊപ്പം സംസ്ഥാന സർക്കാരിനെതിരെ പല വിഭാഗത്തിലുള്ള ആളുകളുടെ ഒരു നിശബ്ദ തരംഗമുണ്ടായിരുന്നു. ആ തരംഗം UDFിന് അനുകൂലമാകും. ആ തരംഗത്തിൽ കഴിഞ്ഞ തവണത്തേതിന് സമാനമായി വലിയൊരു മുന്നേറ്റം സാധ്യമാകുമെന്നുള്ളതാണ് UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇടതുമുന്നണി വിലയിരുത്തുന്നത് അങ്ങനെ ഒരു തരംഗമില്ല. കേന്ദ്ര സർക്കാരിനെതിരെ ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയുണ്ട് എങ്കിലും അവിടെ കോൺഗ്രസ് മാത്രമല്ല, അല്ലെങ്കിൽ UDFിൽ മാത്രമല്ല ന്യൂനപക്ഷങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഇടതുമുന്നണിയിലും പ്രതീക്ഷയുണ്ട്. BJPക്കെതിരെ, RSSനെതിരെ, സംഘപരിവാറിനെതിരെ ഇടതുപക്ഷ നിലപാടുകൾ ന്യൂനപക്ഷങ്ങൾ കാര്യമായി തന്നെ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ന്യൂനപക്ഷ പിന്തുണ ഇത്തവണ തങ്ങൾക്ക് ലഭിക്കും. അതിന്റെ മുന്നേറ്റം, അതിന്റെ ഗുണം അത് കഴിഞ്ഞ തവണത്തെ 1 എന്ന നാണം കെട്ട ഒരു സീറ്റിൽ നിന്ന്, അല്ലെങ്കിൽ വളരെ എന്താ പറയുക, ഒരു തിരിച്ചടി ഉണ്ടായ ഒരു സാഹചര്യത്തിൽ നിന്ന് വലിയൊരു മുന്നേറ്റവും കുതിച്ചുചാട്ടവുമാണ് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് അവർ 12 സീറ്റ് വരെ ലഭിച്ചേക്കാം എന്നൊരു വിലയിരുത്തലിലേക്ക് ഇടതുമുന്നണിയും എത്തിയിട്ടുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഏത് വിധേനയും അക്കൗണ്ട് തുറക്കാനാകുമെന്നുള്ള വലിയ പ്രതീക്ഷ അവർക്കുമുണ്ട്. സംസ്ഥാനത്തെ പൊതുവായി മുന്നണികളുടെ ഒരു വിലയിരുത്തലും പ്രതീക്ഷയും ഈ വിധത്തിലാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു VVIP ശ്രദ്ധാകേന്ദ്രമായിരുന്ന മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം എന്ന കാര്യത്തിൽ സംശയമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും പല സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു രീതി കൂടിയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെത്. തുടർച്ചയായും ശശി തരൂർ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കുന്നു. ഇത്തവണയും മത്സരിക്കാനിറങ്ങുമ്പോൾ വലിയ വിജയപ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 1 ലക്ഷത്തോളം അടുത്ത വോട്ടുകൾക്കാണ്, 1 ലക്ഷത്തിന് നിസ്സാരമായ 22 വോട്ടുകളുടെ മറ്റോ കുറവിനാണ് 1 ലക്ഷം വോട്ടുകൾ എന്ന ഭൂരിപക്ഷം തരൂരിന് നഷ്ടമായത്. അത്രമേൽ വലിയൊരു ഭൂരിപക്ഷത്തിൽ ശശി തരൂർ കഴിഞ്ഞ തവണ വിജയിച്ചു. പക്ഷേ ഇത്തവണ UDF ക്യാമ്പോ ശശി തരൂരോ അത്തരമൊരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നില്ല. UDFിന്റെ കണക്കുകൂട്ടൽ അവർ വിജയിക്കുമെന്നുള്ളതാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡല പരിധിയിൽ വരുന്ന നെയ്യാറ്റിൻകര, പാറശാല, കോവളം, തിരുവനന്തപുരം സെൻട്രൽ, ഈ 4 നിയോജക മണ്ഡലങ്ങളിലായി 82,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം, അല്ലെങ്കിൽ 82,000 വോട്ടുകൾക്ക് ഈ 4 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുമെന്നുള്ളതാണ് UDFിന്റെ കണക്കുകൂട്ടൽ. അതേസമയം വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമ മണ്ഡലങ്ങളിൽ ഏതാണ്ട് 30,000-ഓളം വോട്ടുകൾക്ക് UDF പിന്നിൽ പോകുമെന്നും UDF കണക്കുകൂട്ടുന്നു. അങ്ങനെ വന്നാൽ ഒരു 50,000-ലേറെ വോട്ടുകൾക്ക് ഏതായാലും ജയിക്കാനാകും. കഴിഞ്ഞ തവണ 1 ലക്ഷത്തോളം അടുത്ത ഭൂരിപക്ഷമായിരുന്നുവെങ്കിൽ ഇത്തവണ അത് പകുതിയായി കുറയുമെന്നാണ് UDFിന്റെ വിലയിരുത്തൽ. പക്ഷേ അങ്ങനെ ഭൂരിപക്ഷം കുറഞ്ഞാലും വിജയിക്കുമെന്ന കാര്യത്തിൽ UDFിന് ഒരു സംശയമില്ല. അവർ ആ പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരും വലിയ വിജയ പ്രതീക്ഷയിലാണ്. കാരണം പന്ന്യൻ രവീന്ദ്രനെ പോലൊരു സ്ഥാനാർത്ഥിയെ രംഗത്തേക്ക് ഇറക്കുമ്പോൾ ശശി തരൂരിന്റെ മൃദുഹിത്വ നിലപാടും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ അല്ലെങ്കിൽ BJPയുടെ നിലപാടുകളും ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ പിന്തുണ, സാധാരണക്കാരുടെ പിന്തുണ അത് കൃത്യമായി പന്ന്യൻ രവീന്ദ്രൻ ലഭിക്കും. അതുകൊണ്ട് തന്നെ പന്ന്യൻ വിജയിക്കുമെന്നൊരു പ്രതീക്ഷയും വിലയിരുത്തലും അവർക്കുണ്ട്. പക്ഷേ അപ്പോഴും ഉറപ്പായും വിജയിക്കുമെന്ന് ഇടതുമുന്നണി നേതൃയോഗത്തിൽ വിലയിരുത്തപ്പെട്ട സീറ്റുകളുടെ കൂട്ടത്തിൽ തിരുവനന്തപുരം ഇല്ല എന്നുള്ളതാണ് ഏറെ പ്രധാനം. ജയിച്ചു വന്നേക്കും എന്നുള്ളൊരു കണക്കുകൂട്ടൽ മാത്രമാണ് തിരുവനന്തപുരത്തിൽ അവരുടെ പ്രതീക്ഷ. പൊതുവെയുള്ള വിലയിരുത്തലുകൾ വരുന്നത് ശശി തരൂർ ജയിക്കുകയാണെങ്കിൽ പോലും വലിയ ഭൂരിപക്ഷം ഉണ്ടാകില്ല, അദ്ദേഹത്തിന്റെ ജനപ്രീതിക്ക് ഇടിവ് വന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളാണ് വരുന്നത്. UDF ക്യാമ്പിൽ അങ്ങനെയാണോ കണക്ക് കൂട്ടുന്നത്? അമീൻ സൂചിപ്പിച്ചതുപോലെ ഉറച്ച മണ്ഡലങ്ങളുടെ പട്ടികയിൽ LDFിൽ തിരുവനന്തപുരം ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. തരൂരിന്റെ ജനപ്രീതിക്ക് ഇടിവ് വന്നു എന്ന് UDF വിലയിരുത്തുന്നില്ല. പക്ഷേ കടുത്ത മത്സരം തിരുവനന്തപുരത്തുണ്ടായി എന്നുള്ളത് അവർ വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ ഒരു ഉറപ്പ് അവർക്കുണ്ട്. അത് തന്നെയാണ് നേതൃയോഗത്തിൽ UDF വിലയിരുത്തിയത്. ആ കടുത്ത മത്സരം നടന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഭൂരിപക്ഷം പകുതിയായി കുറഞ്ഞേക്കുമെന്ന് അവർ കണക്ക് കൂട്ടുന്നത്. പക്ഷെ അങ്ങനെ പകുതിയായി കുറയും എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞതുപോലെ പരാജയപ്പെടില്ല, വിജയിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷ തന്നെയാണ്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരും വിജയ സാധ്യതയൊക്കെ കൽപ്പിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉറപ്പിച്ചു പറയുന്ന സീറ്റുകളുടെ കൂട്ടത്തിൽ തിരുവനന്തപുരം ഇല്ല. വിജയിച്ചു വരുന്ന മറ്റു സീറ്റുകളുടെ തിരുവനന്തപുരവും
ജയിച്ചേക്കാം എന്നതാണ് ഇടതുമുന്നണിയുടെ ഒരു വിലയിരുത്തലും പ്രതീക്ഷയും. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ അവർ തിരുവനന്തപുരത്ത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടെടുപ്പിന് ശേഷം വെച്ച് പുലർത്തുന്നില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനം. BJP സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2-3 തിരഞ്ഞെടുപ്പുകളിലായി 2ാം സ്ഥാനത്ത് വരികയും കയ്യെത്തി പിടിക്കാം വിജയം എന്ന നിലയിലേക്ക് എത്തിയിട്ടുള്ള ഒരു സാഹചര്യം തിരുവനന്തപുരത്തുണ്ട്. എന്ന് മാത്രമല്ല, സംസ്ഥാനത്ത് നിയമസഭയിലേക്ക് ആദ്യമായി അക്കൗണ്ട് തുറന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡല പരിധിയിൽ വരുന്ന നേമം നിയോജക മണ്ഡലത്തിലാണ്. ഒപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിൽ തുടർച്ചയായി പ്രതിപക്ഷത്തവർ ഇരിക്കുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ ഓരോ തെരഞ്ഞെടുപ്പുകളിലും തിരുവനന്തപുരത്ത് BJPയുടെ വോട്ട് ഷെയർ കൂടുന്നൊരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് കൂടിയാണ് രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ശശി തരൂരിനെ പോലെ ഒരേപോലെ തുലനം ചെയ്യാൻ പറ്റുന്ന, അദ്ദേഹത്തിന് പകരം വയ്ക്കാനാകുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് രാജീവ് ചന്ദ്രശേഖരനെ അവതരിപ്പിച്ചത്. ശശി തരൂർ ഭൂരിപക്ഷം കുറഞ്ഞാലും ശശി തരൂർ തന്നെ ജയിച്ചു കയറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് UDF ക്യാമ്പുള്ളത്. രാജീവ് ചന്ദ്രശേഖരന് പ്രതീക്ഷ പുലർത്തുന്നു.